ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ നേട്ടം നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവം ഇതിനകത്തുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും നമുക്കത് എങ്ങനെ നേടിയെടുക്കാം, നമ്മൾക്ക് ആ ഒരു ആഗ്രഹത്തിലോട്ട് എങ്ങനെ കടക്കാം എന്നുള്ള ഒരു ചെറിയൊരു അനുഭവമാണ്. ഇനി വലിയ വലിയ ആഗ്രഹങ്ങളിലോട്ട് കടന്ന് വിശ്വാസത്തിൽ തന്നെ, എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അത് തീർച്ചയായും നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പറയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ വിശ്വസിച്ചു ചെയ്തപ്പോൾ എനിക്കുണ്ടായ നേട്ടം അതാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. വഴി ഒത്തിരി ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഓർക്കും ഇതൊക്കെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നതായിട്ട് എനിക്ക് ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നത് കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ അതിനകത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യവും നമുക്കും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം വീട്ടിൽ വിളക്ക് കൊളുത്തി തുടങ്ങി. രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തുക എന്നുള്ള ഒരിത്. പക്ഷേ എന്ത് ചെയ്യുന്നതിനും ഒരു സ്ഥിരത വേണം കേട്ടോ. അപ്പോൾ എന്നാലാണ് അതിൻ്റെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം കുറച്ച് നാൾ ചെയ്യും, പിന്നെ നമുക്ക് പീരീഡ്സൊക്കെ വന്ന് പിന്നെ നമ്മൾ ആ ഒരു മുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ആ ഒരു നമ്മുടെ രീതിയിലോട്ട് വരാൻ വീണ്ടും കുറച്ച് താമസം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്ന് വീണ്ടും നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങനെ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നമ്മുടെ വീട്ടിലേക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്താൽ പോലും നമ്മൾ ആഗ്രഹിക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്നും ആഗ്രഹിക്കുക, എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും കിടക്കാൻ നേരത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മുടെ ആഗ്രഹമായിരിക്കും അല്ലേ. ആർക്കും ദോഷം വരാത്ത ഒരാഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും ആ ഒരു ആഗ്രഹം ഞാൻ പരീക്ഷണാർത്ഥം ചെയ്തു തുടങ്ങിയെങ്കിലും കുറേ പ്രാവശ്യം ചെയ്തിട്ട് അത് മുടക്കം വന്നു പോയി. പിന്നെ അത് കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്കത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് അത് നേടിയെടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു ഇത് ഒത്തിരി ആളുകൾ ഇങ്ങനെ യൂട്യൂബിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കത് ആ വിശ്വാസത്തിൽ തന്നെ ചെയ്യാം, എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കൂ. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ ആ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആഗ്രഹിക്കുക, ആ ആഗ്രഹമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെ അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുക, അത് ഉൾക്കൊണ്ട് അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. അതിനാണ് ഇമ്പോർട്ടൻസ്. ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമുക്ക് തീർച്ചയായും നടക്കും. അത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വഴി എനിക്ക് ഉണ്ടായ നേട്ടം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴും എല്ലാവർക്കും സാമ്പത്തികം ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഓരോരോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു വശത്ത് നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ, ഒരു വശത്ത് ഈ ആഗ്രഹങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പണം ചിലവഴിക്കുക. ആ പണം ചിലവഴിക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ബാധ്യതകൾ വന്ന് വിടും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ നേടുമ്പോൾ അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ബാധ്യതകളായിട്ട് അത് പിന്നീട് വീണ്ടും നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരും. അപ്പോൾ ആ ബാധ്യതയ്ക്കും ഇതേ വേറെ ബാധ്യതകൾ വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ കടക്കാരായി മാറുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് കടം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കടം തീരാനുള്ള ഒരു മാർഗം അത് വേണമല്ലോ നമുക്ക്, എന്നാലാണല്ലോ ഈ കടം തീർക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കിട്ടണതിൽ നമുക്ക് ഈ കടം തീർക്കാൻ പറ്റണില്ലെങ്കിൽ ആ കടം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് തീരുവുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് ഭഗവാൻ തന്നെ ശരണം. നമുക്കുള്ളത് നമുക്ക് അത് കൊടുത്ത് നമ്മുടെ ആ കടം തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഓടിപ്പോയി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്തായാലും. എന്താണെന്ന് വെച്ചാൽ ആ കൊടുക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച വില കിട്ടണം, നമ്മുടെ കടം തീർക്കാനുള്ള പൈസ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം ഓടിക്കൊണ്ടുപോയി അത് കൊടുത്ത്
അത് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പം നഷ്ടപ്പെടുക ചെയ്യാണ്. അപ്പം നമുക്കത് കൊടുക്കാനും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതിന് ഒരു വരുമാനം വേണം, അല്ലെങ്കിൽ ഒരു മാർഗം വരണം. നമ്മുടെ കയ്യിൽ വസ്തു നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് തീർക്കാനുള്ളൊരു മാർഗം വരണം. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക്, ഇതൊക്കെ യൂട്യൂബിൽ ഒത്തിരി പേര് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ കാരണന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ചാമ്മയൊക്കെ വെളുപ്പിനെ വിളക്ക് കത്തിച്ച് നാമം ജപിക്കണ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ തലമുറയിൽ വന്നപ്പോൾ അതൊന്നുമില്ല. കിടന്ന് ഉറങ്ങണം, രാവിലെയാണ് കൂടുതൽ ഉറക്കം കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, അതാണ് നമ്മുടെയൊക്കെ ഒരു ഇഷ്ടം. പക്ഷേ നമ്മളൊരു കുടുംബിനിയായി നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ നമുക്ക് തീർക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ തന്നെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഭഗവാൻ കൂട്ടുപിടിക്കുമ്പോൾ നാമം ജപിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും നാമജപം മുടക്കാറില്ല കേട്ടോ. ആ നാമജപം മുടക്കാതെ പോണതുകൊണ്ടായിരിക്കും നമുക്ക് ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ പിന്തുടരാനും നമുക്ക് ഉള്ള മനസ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടതോടുകൂടി ഞാൻ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങി. അതിപ്പോൾ 1 വർഷത്തോളമായിട്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കണേ. പക്ഷേ എന്നാലും അതിനൊരു കണ്ടിന്യൂഷൻ ചില സമയങ്ങളിൽ കിട്ടാറില്ല. നമുക്ക് കൊളത്താൻ പറ്റാതെ വരുമ്പോൾ അതങ്ങനെ സ്റ്റോപ്പാവും, പിന്നെയും വീണ്ടും അത് തുടങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡും നമുക്ക് കൊളത്താൻ പറ്റാത്ത സമയങ്ങളിൽ രേഷേട്ടനും അത് കൊളത്താനായിട്ട് നമുക്ക് സഹായമായി വന്നു. അപ്പോൾ നമുക്കത് ആ കണ്ടിന്യൂഷനും കിട്ടി. ഇപ്പോൾ നമ്മൾ ആ ബ്രഹ്മമുഹൂർത്തമൊക്കെ വിളക്ക് കത്തിച്ചു തുടങ്ങി. നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നുമായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വിഷ്ണു ക്ഷേത്രം, ഞാനിതും യൂട്യൂബിൽ കേട്ടതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കും. കൃഷ്ണന് പാൽപ്പായസം കൊടുക്കും. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് പാൽപ്പായസം. അപ്പോൾ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് പാൽപ്പായസം കൊടുക്കും. പിന്നെ നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കും. ഈ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിച്ചതോടുകൂടി ഞാൻ കോടീശ്വരനായി കേട്ടോ. കോടീശ്വരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ബാങ്കിൽ കുറേ അക്കൗണ്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് പൈസ കുന്നുകൂടി കിടന്നുള്ള കോടീശ്വരൻ എന്നുള്ള രീതിയിലല്ല. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുക, നമുക്ക് കുടുംബത്തിൽ എല്ലാ ആവശ്യങ്ങളും നടത്താൻ സാധിക്കുക, നമുക്ക് പരിധിയിൽ നിന്നുകൊണ്ടുള്ള ആ ആഗ്രഹങ്ങൾ സാധിക്കുക, പിന്നെ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാവുക. ഇതൊക്കെ ഇതിൽ നമ്മളൊരു കോടീശ്വരൻ തന്നെയാണ്. അത് സമാധാനത്തോടെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കോടീശ്വരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഭഗവാന് ചെയ്യുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക. നമ്മൾ വിശ്വാസത്തോടു കൂടി ഭഗവാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക. അപ്പം ഒരുപാട് പേര് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവരുടെയൊക്കെ അനുഭവം കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വ്യൂസ് നേടാനായിട്ടാണെങ്കിലും, പക്ഷെ നമ്മളിത് കേൾക്കണ ഒത്തിരി പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം വന്ന് യൂട്യൂബിൽ പറയുന്നവരും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനിയും ഓരോ അനുഭവങ്ങളും ഓരോ കേൾവിയും നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് നാളെ കാണാം. ബൈ ബൈ. ഓക്കെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ.